100 അശ്വമേധയാഗങ്ങൾ പൂർത്തിയാക്കി സ്വർഗ്ഗലോകത്തിന്റെ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യത നേടിയ മഹാരാജാവായിരുന്നു നഹുഷൻ. ഇന്ദ്രൻ അദൃശ്യനായപ്പോൾ സ്വർഗ്ഗത്തെ നയിക്കാൻ ദേവന്മാർ തിരഞ്ഞെടുത്തത് ഈ മനുഷ്യനെയായിരുന്നു. പക്ഷേ അധികാരം തലയ്ക്ക് പിടിച്ചപ്പോൾ ആ പാവം മനുഷ്യൻ മറന്നുപോയി താൻ വെറുമൊരു മർത്യനാണെന്ന്. നഹുഷന്റെ അഹങ്കാരം എത്രത്തോളമായെന്നോ, സാക്ഷാൽ ഇന്ദ്രാണിയെ തന്റെ പത്നിയാക്കാൻ അവൻ ആഗ്രഹിച്ചു. സപ്തർഷികൾ ചുമക്കുന്ന പല്ലക്കിൽ ഏറി വേണം തനിക്ക് ഇന്ദ്രാണിയുടെ അടുത്തേക്ക് പോകാനെന്ന് അവൻ വാശിപിടിച്ചു. ലോകം വണങ്ങുന്ന അഗസ്ത്യമുനി അടക്കമുള്ള മഹർഷിമാർ ആ പല്ലക്ക് ചുമക്കാൻ നിർബന്ധിതരായി. കാമവും അഹങ്കാരവും മൂത്ത നഹുഷൻ പല്ലക്ക് വേഗത്തിൽ നീങ്ങാൻ വേണ്ടി അഗസ്ത്യമുനിയെ ചവിട്ടിക്കൊണ്ട് ആക്രോശിച്ചു. സർപ്പ വേഗത്തിൽ നടക്കൂ എന്നാണ് ഇതിനർത്ഥം. തന്റെ ദേഹത്ത് ആ അഹങ്കാരിയുടെ കാൽ സ്പർശിച്ചതും അഗസ്ത്യമുനിയുടെ ഉള്ളിലെ തപശക്തി അഗ്നിയായി മാറി. മുനി അലറി, നീ എന്നെ സർപ്പമെന്ന് വിളിച്ചുവോ? എങ്കിൽ നീ ഒരു പാമ്പായി ഭൂമിയിലേക്ക് വീഴട്ടെ. ആ നിമിഷം സ്വർഗ്ഗത്തിന്റെ സിംഹാസനത്തിൽ നിന്നും നഹുഷൻ താഴേക്ക് പതിച്ചു. ഇന്ദ്രപദവിയിലിരുന്ന ആ തേജസ്വി വെറുമൊരു മലമ്പാമ്പായി കാട്ടിലെ ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടു. യുഗങ്ങളോളം ആ പാമ്പിന്റെ ശരീരത്തിൽ നഹുഷന് കിടക്കേണ്ടി വന്നു. ഒടുവിൽ ദ്വാപരയുഗത്തിൽ ധർമ്മപുത്രരായ യുധിഷ്ഠിരന്റെ വാക്കുകളിലൂടെ മാത്രമാണ് ആ ശാപത്തിന് മോക്ഷം ലഭിച്ചത്. സ്വർഗ്ഗത്തിന്റെ അധിപനാകാൻ പുണ്യം ചെയ്ത ഒരാൾ ഒരൊറ്റ നിമിഷത്തെ അഹങ്കാരം കൊണ്ടെഴയുന്ന ജീവിയായി മാറി. നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും വിനയം കൈവിട്ടാൽ കാലം നമ്മളെ വലിച്ചെറിയുന്നത് ഇതേപോലെ ഇരുട്ടിലേക്കായിരിക്കും.